ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള പൊതുജനാരോഗ്യം എന്നൊരു ടോപ്പിക്കാണ്. ഇതിൻ്റെ ഒന്നാം ഭാഗം മുമ്പത്തെ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഇത് രണ്ടാം ഭാഗമാണ്. പി എസ് സിക്ക് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്നതാണ് തിമിരം. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്നതാണ് തിമിരം. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസ്. മസ്തിഷ്കത്തിലേക്കുള്ള ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായുണ്ടാകുന്ന രക്തപ്രവാഹം സെറിബ്രൽ ഹെമറേജ്. മസ്തിഷ്കത്തിലേക്കുള്ള ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായുണ്ടാകുന്ന രക്തപ്രവാഹം സെറിബ്രൽ ഹെമറേജ്. തലച്ചോറിലെ ന്യൂറോണുകളുടെ ക്രമാതീതമായ നാശമോ ജനിതക തകരാറോ മൂലം ഉണ്ടാകുന്ന അസാധാരണമായ ഓർമ്മക്കുറവ് അൽഷിമേഴ്സ്. തലച്ചോറിലെ ന്യൂറോണുകളുടെ ക്രമാതീതമായ നാശമോ ജനിതക തകരാറോ മൂലം ഉണ്ടാകുന്ന അസാധാരണമായ ഓർമ്മക്കുറവ് അൽഷിമേഴ്സ്. മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്തരമുള്ള ആവരണം പെരികാർഡിയം. മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്തരമുള്ള ആവരണം പെരികാർഡിയം. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്ക്. സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്ക്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ്. കേരളത്തിലാദ്യമായി ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം 2003 മെയ് 13. കേരളത്തിലാദ്യമായി ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം 2003 മെയ് 13. ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ശരാശരി 100-ൽ കൂടുതലാവുന്ന അവസ്ഥ ടാക്കിക്കാർഡിയ. ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ശരാശരി 100-ൽ കൂടുതലാകുന്ന അവസ്ഥ ടാക്കിക്കാർഡിയ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഫെബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഫെബ്രിനോജൻ. ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ. ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ. ഇന്ത്യയിൽ പെൻസിലിൻ നിർമ്മിക്കുന്ന ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പിംബ്രി, മഹാരാഷ്ട്രയിൽ. ഇന്ത്യയിൽ പെൻസിലിൻ നിർമ്മിക്കുന്ന ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? പിംബ്രി, മഹാരാഷ്ട്രയിൽ. സിഫിലിസ് രോഗത്തിന് കാരണമായ രോഗകാരി ട്രിപ്പോനിമ പലീഡിയം. സിഫിലിസ് രോഗത്തിന് കാരണമായ രോഗകാരി ട്രിപ്പോനിമ പലീഡിയം. ബ്രോങ്കറ്റിസ്, സാർസ് എന്നിവ ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശം. ബ്രോങ്കറ്റിസ്, സാർസ് എന്നിവ ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശം. വാതം, റുമാറ്റിസം, ആർത്രൈറ്റിസ് എന്നിവ ബാധിക്കുന്നത് സന്ധികളെ. വാതം, റുമാറ്റിസം, ആർത്രൈറ്റിസ് എന്നിവ ബാധിക്കുന്നത് സന്ധികളെ. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഡെങ്കിപ്പനി. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്?
ഡെങ്കിപ്പനി. ത്വക്കിനെയും ത്വക്ക് സംബന്ധമായ രോഗങ്ങളെയും പറ്റിയുള്ള പഠനശാഖ ഡെർമറ്റോളജി. ത്വക്കിനെയും ത്വക്ക് സംബന്ധമായ രോഗങ്ങളെയും പറ്റിയുള്ള പഠനശാഖ ഡെർമറ്റോളജി. സ്ലിം ഡിസീസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം എയ്ഡ്സ്. സ്ലിം ഡിസീസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം എയ്ഡ്സ്. വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ്. വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ്. പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട പഠനശാഖ എപ്പിഡെമിയോളജി. പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട പഠനശാഖ എപ്പിഡെമിയോളജി. ബിലിറൂബിൻ ടെസ്റ്റ് ഏതു രോഗവുമായി ബന്ധപ്പെട്ടതാണ്? മഞ്ഞപ്പിത്തം. ബിലിറൂബിൻ ടെസ്റ്റ് ഏതു രോഗവുമായി ബന്ധപ്പെട്ടതാണ്? മഞ്ഞപ്പിത്തം. ജിഞ്ചിവൈറ്റിസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം മോണ. ജിഞ്ചിവൈറ്റിസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം മോണ. ടൈഫോയിഡ് രോഗത്തിന് കാരണമായ രോഗകാരിയായ ബാക്ടീരിയ ഏത്? സാൽമോണല ടൈഫി. ടൈഫോയിഡ് രോഗത്തിന് കാരണമായ രോഗകാരിയായ ബാക്ടീരിയ ഏത്? സാൽമോണല ടൈഫി. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം 1987. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം 1987. എയ്ഡ്സ് തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക പരിശോധന എലിസ ടെസ്റ്റ്. എയ്ഡ്സ് തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക പരിശോധന എലിസ ടെസ്റ്റ്. വിഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ. വിഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ. തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം മിക്സഡിമ. തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം മിക്സഡിമ. വാമനത്വത്തിന് കാരണം ഏത് ഹോർമോണിൻ്റെ കുറവാണ്? സൊമാറ്റോട്രോപിൻ. വാമനത്വത്തിന് കാരണം ഏത് ഹോർമോണിൻ്റെ കുറവാണ്? സൊമാറ്റോട്രോപിൻ. കോഴിമുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഓവാൽബുമിൻ. കോഴിമുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഓവാൽബുമിൻ. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ദുർഗ. 1978 ഒക്ടോബർ 3 കൊൽക്കത്തയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ദുർഗ. 1978 ഒക്ടോബർ 3 കൊൽക്കത്തയിൽ. പാലിലെ മാംസ്യമായ കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നി റെനിൻ. പാലിലെ മാംസ്യമായ കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നി റെനിൻ. മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥ റിഗർ മോർട്ടിസ്. മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥ റിഗർ മോർട്ടിസ്. മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന ജനിതക രോഗം ഹീമോഫീലിയ അഥവാ ക്രിസ്തുമസ് രോഗം. മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന ജനിതക രോഗം ഹീമോഫീലിയ അഥവാ ക്രിസ്തുമസ് രോഗം. ധമനികളുടെ ഭിത്തിയിൽ കൊളസ്ട്രോൾ വന്നടിയുന്നതിൻ്റെ ഫലമായി രക്തപ്രവാഹത്തിൻ്റെ വേഗം കുറയുന്ന അവസ്ഥ അതിരോസ്ക്ലറോസിസ്. ധമനികളുടെ ഭിത്തിയിൽ കൊളസ്ട്രോൾ വന്നടിയുന്നതിൻ്റെ ഫലമായി രക്തപ്രവാഹത്തിൻ്റെ വേഗം കുറയുന്ന അവസ്ഥ അതിരോസ്ക്ലറോസിസ്. ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് എസ് എ നോഡ്. ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് എസ് എ നോഡ്. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയുന്ന സെറിബ്രത്തിലെ ഭാഗം വെർണിക്സ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന
സെറിബ്രത്തിലെ ഭാഗം. വെർണിക്സ് ഏരിയ. ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗം. സോറിയാസിസ്. ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗം. സോറിയാസിസ്. കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്നത്. കെരാറ്റോപ്ലാസ്റ്റി. കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്നത്. കെരാറ്റോപ്ലാസ്റ്റി. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായ വർണ്ണാന്ധത കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ജോൺ ഡാൾട്ടൺ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായ വർണ്ണാന്ധത കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ജോൺ ഡാൾട്ടൺ. രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണിലടങ്ങിയ എൻസൈം. ലൈസോസൈം. രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണിലടങ്ങിയ എൻസൈം. ലൈസോസൈം. നിപ്പ വൈറസ് കേരളത്തിലാദ്യമായി കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത തീയതി. 2018 മെയ് 19. നിപ്പ വൈറസ് കേരളത്തിലാദ്യമായി കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത തീയതി. 2018 മെയ് 19. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമേത്? ക്ഷയം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമേത്? ക്ഷയം. ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളേതെല്ലാം? ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്. ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളേതെല്ലാം? ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്. ജീവകം B12 അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗമേത്? പെർനീഷ്യസ് അനീമിയ. ജീവകം B12 അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗമേത്? പെർനീഷ്യസ് അനീമിയ. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വിറ്റമിൻ ഏത്? വിറ്റമിൻ എ. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വിറ്റമിൻ ഏത്? വിറ്റമിൻ എ. ഭ്രൂണങ്ങളെക്കുറിച്ചുള്ള പഠനം. എബ്രിയോളജി. ഭ്രൂണങ്ങളെക്കുറിച്ചുള്ള പഠനം. എബ്രിയോളജി. സ്ത്രീയെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയ. ട്യൂബൈട്ടമി. സ്ത്രീയെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയ. ട്യൂബെക്ടമി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി. ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി. ഗ്ലൂട്ടിയസ് മാക്സിമസ്. മുറിവിലൂടെ ക്ലോസ്ട്രിഡിയം ബാക്ടീരിയ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗം. ടെറ്റനസ്. മുറിവിലൂടെ ക്ലോസ്ട്രിഡിയം ബാക്ടീരിയ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗം. ടെറ്റനസ്. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. നോൺ അഡ്രിനാലിൻ. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. നോൺ അഡ്രിനാലിൻ. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ബുദ്ധിമാന്ദ്യത്തിനും വളർച്ചാ മുരടിപ്പിനും കാരണമാകുന്ന രോഗം. ക്രെറ്റിനിസം. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ബുദ്ധിമാന്ദ്യത്തിനും വളർച്ചാ മുരടിപ്പിനും കാരണമാകുന്ന രോഗം. ക്രെറ്റിനിസം. വൃക്ക നീക്കം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. നെഫ്രക്ടമി. വൃക്ക നീക്കം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. നെഫ്രക്ടമി. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥ. സിറോസിസ്. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥ. സിറോസിസ്. ഇന്ത്യയിലെ ആദ്യ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഡോക്ടർ പി വേണുഗോപാൽ. 1994 ഓഗസ്റ്റ് 3. ഇന്ത്യയിലെ ആദ്യ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഡോക്ടർ പി വേണുഗോപാൽ. 1994 ഓഗസ്റ്റ് 3. തലച്ചോറിൽ ഡൊപാമിൻ എന്ന നാഡീപ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം. പാർക്കിൻസൺസ് രോഗം.
തലച്ചോറിൽ ഡോപ്പാമിൻ എന്ന നാഡീപ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം. പാർക്കിൻസൺ രോഗം. മാർജാര നൃത്തരോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. മീനമാത രോഗം. മാർജാര നൃത്തരോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. മീനമാത രോഗം. കറുത്ത മരണം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. പ്ലേഗ്. കറുത്ത മരണം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. പ്ലേഗ്. മദ്രാസ് ഐ എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. ചെങ്കണ്ണ്. മദ്രാസ് ഐ എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. ചെങ്കണ്ണ്. നാവികരുടെ പ്ലേഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. സ്കർവി. നാവികരുടെ പ്ലേഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. സ്കർവി. റിവറൈൻ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. കോളറ. റിവറൈൻ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. കോളറ. ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. ഭ്രാന്തിപ്പശു രോഗം. ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. ഭ്രാന്തിപ്പശു രോഗം. വീൽസ് ഡിസീസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം. എലിപ്പനി. വീൽസ് ഡിസീസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം. എലിപ്പനി. മുറിവുകളെക്കുറിച്ചുള്ള പഠനം. ട്രോമറ്റോളജി. മുറിവുകളെക്കുറിച്ചുള്ള പഠനം. ട്രോമറ്റോളജി. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആലപ്പുഴ. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആലപ്പുഴ. പന്നിപ്പനി ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദ്. പന്നിപ്പനി ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദ്. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി തുടങ്ങിയ വർഷം ഏത്? 1955. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി തുടങ്ങിയ വർഷം ഏത്? 1955. അരിമ്പാറയ്ക്ക് കാരണമായ വൈറസ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അരിമ്പാറയ്ക്ക് കാരണമായ വൈറസ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി ഏത്? അനുയാത്ര. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി ഏത്? അനുയാത്ര. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയം, ചികിത്സ എന്നിവ ഉറപ്പാക്കാനുള്ള ആരോഗ്യ പദ്ധതി ഏത്? അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയം, ചികിത്സ എന്നിവ ഉറപ്പാക്കാനുള്ള ആരോഗ്യ പദ്ധതി ഏത്? അമൃതം ആരോഗ്യം. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കാനുള്ള പദ്ധതി ഏത്? ആർദ്രം. മികച്ച ചികിത്സാ സൗജന്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കാനുള്ള പദ്ധതി ഏത്? ആർദ്രം. എയ്ഡ്സ് ബോധവൽക്കരണാർത്ഥം സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണാർത്ഥം സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ആയുർദളം. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ഏത്? ആശ്വാസകിരൺ. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ഏത്? ആശ്വാസകിരൺ. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നിവ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ സഹായ പദ്ധതി ഏത്? കാരുണ്യ പദ്ധതി. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നിവ ബാധിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ സഹായ പദ്ധതി ഏത്? കാരുണ്യ പദ്ധതി. ദാരിദ്ര്യരേഖയ്ക്കു താഴെയുള്ള എല്ലാ ക്യാൻസർ രോഗികൾക്കും ചികിത്സ സൗജന്യമാക്കിയുള്ള പദ്ധതി ഏത്? സുഹൃതം പദ്ധതി. ദാരിദ്ര്യരേഖയ്ക്കു താഴെയുള്ള എല്ലാ ക്യാൻസർ രോഗികൾക്കും ചികിത്സ സൗജന്യമാക്കിയുള്ള പദ്ധതി ഏത്? സുഹൃതം പദ്ധതി.
5 വയസ്സുവരെ പ്രായമുള്ള ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ കേൾവിശക്തി ലഭ്യമാക്കാനുള്ള പദ്ധതി ഏത്? ശ്രുതി തരംഗം. 5 വയസ്സുവരെ പ്രായമുള്ള ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ കേൾവിശക്തി ലഭ്യമാക്കാനുള്ള പദ്ധതി ഏത്? ശ്രുതി തരംഗം. സാമൂഹ്യ നീതി വകുപ്പിൻ കീഴിലെ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി നടപ്പാക്കുന്ന ആയുർവേദ പ്രൊജക്റ്റ് ഏത്? വയോ അമൃതം. സാമൂഹ്യ നീതി വകുപ്പിൻ കീഴിലെ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി നടപ്പാക്കിയ ആയുർവേദ പ്രൊജക്റ്റ് ഏത്? വയോ അമൃതം. തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലൂടെ നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതി ഏത്? അഭയ പദ്ധതി. തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലൂടെ നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതി ഏത്? അഭയ പദ്ധതി. കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി ഏത്? അന്നദായിനി. കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി ഏത്? അന്നദായിനി. ആയുർവേദ വകുപ്പ് നടപ്പാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി ഏത്? ബാലമുകുളം. ആയുർവേദ വകുപ്പ് നടപ്പാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി ഏത്? ബാലമുകുളം. പ്രസവശേഷം മാതാവിനെയും കുഞ്ഞിനെയും തിരികെ വീട്ടിൽ എത്തിക്കുന്ന പദ്ധതി ഏത്? മാതൃയാനം. പ്രസവശേഷം മാതാവിനെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതി ഏത്? മാതൃയാനം. കാഴ്ച വൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ പരിചരണത്തിന് ധനസഹായം നൽകുന്ന പദ്ധതി ഏത്? മാതൃജ്യോതി. കാഴ്ച വൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ പരിചരണത്തിന് ധനസഹായം നൽകുന്ന പദ്ധതി ഏത്? മാതൃജ്യോതി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതി ഏത്? മൃതസഞ്ജീവിനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതി ഏത്? മൃതസഞ്ജീവിനി. 18 വയസ്സിനു താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ഏത്? മിഠായി. 18 വയസ്സിനു താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ഏത്? മിഠായി. റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ അടിയന്തര ചികിത്സയ്ക്കായി കേരള പോലീസ് ആരംഭിച്ച സംരംഭം. സ്മൈൽ. റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ അടിയന്തര ചികിത്സയ്ക്കായി കേരള പോലീസ് ആരംഭിച്ച സംരംഭം. സ്മൈൽ. വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകാനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി. മന്ദഹാസം. വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകാനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി. മന്ദഹാസം. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.